പണ്ടൊക്കെ സ്മാർട്ട് ഫോൺസിനകത്ത് ഒരൊറ്റ ക്യാമറ ഉണ്ടായിരുന്നു. അവനായിരുന്നു എല്ലാം, അവനെ കൊണ്ട് ഇനി എടുപ്പിക്കാത്ത പണിയൊന്നുമില്ല. ഈവൻ ചില പഴയ ഫോണുകളിൽ നമ്മൾ പ്രോ മോഡിലൊക്കെ ഇട്ട് എക്സ്പോഷർ കൂട്ടി കുറേ നേരം ഷട്ടറൊക്കെ തുറന്ന് വെച്ച് നൈറ്റ് മോഡുകൾ വരെ നമ്മൾ സിമുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായി. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇന്ന് സ്മാർട്ട് ഫോണുകളിൽ ക്യാമറയുടെ എണ്ണങ്ങൾ കൂട്ടി അതിനെയാണ് ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കായിട്ട് പല കമ്പനികളും കാണുന്നത്. സോ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഉപയോഗിച്ച 2 ക്യാമറയുള്ള ഫോൺ MI-A1 ആയിരുന്നു. അതായത് MI-A1ൻ്റെ അകത്ത് നമുക്ക് എക്സ്ട്രാ ആയിട്ടൊരു പോർട്രേറ്റ് ലെൻസ് വരും. അത് വെച്ചിട്ട് നമുക്ക് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. ശരിയാണ്, ഇപ്പൊ ആൾക്കാർ പോർട്രേറ്റ് മോഡിലുള്ള ഒരു ഡെപ്ത് സെൻസർ ഒക്കെ വെറുതെ ഗിമിക്കാണ്, ഇതൊക്കെ സോഫ്റ്റ്വെയർ ചെയ്യാൻ പറ്റുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അന്ന് ആ ഒരു പോർട്രേറ്റ് സെൻസർ ഇല്ലെങ്കിൽ പോർട്രേറ്റ് മോഡ് എടുക്കാൻ പറ്റില്ല. അന്ന് മാത്രമല്ല, ഇന്നും സിംഗിൾ ലെൻസ് ഉള്ള ഐഫോണുകൾ ഇപ്പോഴും പോർട്രേറ്റ് മോഡ് എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സ്മാർട്ട് ഫോണിൽ കുറേയധികം ക്യാമറാസ് അവൈലബിൾ ആണ്. സോ എന്തൊക്കെ ടൈപ്പ് ക്യാമറകളാണ് നമ്മൾക്കിപ്പോൾ സ്മാർട്ട് ഫോണിൽ വരുന്നത്, ഓരോന്നിൻ്റെയും വ്യത്യാസങ്ങൾ എന്താണ്, ഓരോന്നിൻ്റെയും ഉപയോഗങ്ങൾ എന്താണ് എന്നുള്ളതാണ് വിശദമായിട്ട് നമ്മൾ കാണാൻ പോകുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്യാമറ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി ക്യാമറ അഥവാ വൈഡ് ആംഗിൾ ക്യാമറ. സത്യമാണ്, നിങ്ങളുടെ പ്രൈമറി ക്യാമറ വൈഡ് ആംഗിൾ ആണ്. ഈ പ്രൈമറി ക്യാമറ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ ഉൾപ്പെടും, അതും വൈഡ് ആംഗിൾ ആണ്. സോ എന്താണ് വൈഡ് ആംഗിളിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും കൂടുതൽ റിസർച്ച് നടത്തിയിട്ട് ഏറ്റവും കൂടുതൽ സ്പെസിഫിക്കേഷൻ ഉള്ള ഒരു ക്യാമറ ആയിരിക്കും വൈഡ് ആംഗിൾ ക്യാമറ. നമ്മുടെ 108, 50 മെഗാ പിക്സൽ, 48 മെഗാ പിക്സൽ ഈ പരിപാടികളൊക്കെ നടക്കുന്നത് നമ്മുടെ മെയിൻ വൈഡ് ആംഗിൾ ക്യാമറയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൈമറി ക്യാമറയാണ് ഏറ്റവും മോസ്റ്റ് റിലയബിൾ ആയിട്ട്, അതായത് എപ്പോൾ എടുത്തു കഴിഞ്ഞാലും പ്രോപ്പർ ആയിട്ട് ഫോട്ടോ വരുമെന്ന് പറയാൻ പറ്റുന്ന ഒരു ക്യാമറ. ഈ ക്യാമറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ ഫോക്കൽ ലെങ്ത് 22 മില്ലിമീറ്റർ തൊട്ട് 30 മില്ലിമീറ്റർ വരെ ആയിരിക്കും. ഫോക്കൽ ലെങ്ത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ നിസ്സാരമായിട്ട് ഒരു കാര്യം മനസ്സിൽ വെക്കുക. ഫോക്കൽ ലെങ്ത്തിൻ്റെ നമ്പർ കുട്ടിയാണെങ്കിൽ നിങ്ങൾ കാണുന്നത് ഭയങ്കര വൈഡ് ആയിട്ടുള്ളൊരു ഇമേജ് ആയിരിക്കും. ഫോക്കൽ ലെങ്ത്തിൻ്റെ നമ്പർ ഭയങ്കര വലുതാണെങ്കിൽ നിങ്ങൾ കാണുന്ന ഇമേജ് ഭയങ്കര നാരോ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും. സോ പ്രൈമറി ക്യാമറ 22 to 30 മില്ലിമീറ്റർ ആയതുകൊണ്ട് തന്നെ പൊതുവേ ഇത് ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കാനായിട്ട്, ലാൻഡ്സ്കേപ്പിൻ്റെ ഫോട്ടോസ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ളൊരു സെൻസറാണ്. പക്ഷേ വൈഡ് ആംഗിൾ ക്യാമറയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ കാണുന്ന ആൾക്കാരുടെ പ്രൊപ്പോർഷണൽ എല്ലാം കുറച്ച് കുട്ടിയായിരിക്കും. ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പം എന്നെ കാണുന്ന എൻ്റെ ആക്ച്വൽ സൈസിലാണ്. ഇത് എൻ്റെ ക്യാമറയിലുള്ള 35 മില്ലിമീറ്റർ ലെൻസ് ആയതുകൊണ്ടാണ്. ഇത് തന്നെ നിങ്ങളൊരു ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ മെലിഞ്ഞിട്ടായിരിക്കും, എൻ്റെ മുഖമൊക്കെ കുറച്ചുകൂടി കുഞ്ഞിതായിരിക്കും. ആ ഒരു പ്രശ്നമാണുള്ളത്. ഇനി രണ്ടാമത്തേത് അൾട്രാ വൈഡ് ക്യാമറ. അൾട്രാ വൈഡ് ക്യാമറ പൊതുവെ പ്രൈമറി ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മോശമായിരിക്കും, കുറച്ചുകൂടെ കുറവ് മെഗാ പിക്സൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അൾട്രാ വൈഡ് ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസ് ഒട്ടും റിലയബിൾ ആയിരിക്കില്ല. പ്രൈമറി ക്യാമറ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കളറുകൾ വരെയും വ്യത്യാസം ഉണ്ടാവും. അൾട്രാ വൈഡിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 12 മില്ലിമീറ്റർ തൊട്ട് 18 മില്ലിമീറ്റർ വരെയാണ്. അതായത് ഏകദേശം ഒരു 120-125 ഡിഗ്രി ആംഗിൾ. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഫിഷ് ഐ എഫക്റ്റ് കിട്ടും. സോ ഒരു അൾട്രാ വൈഡ് ലെൻസ് വെച്ച് മാത്രമാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അറ്റങ്ങളെല്ലാം കുറച്ച് ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും, ഇങ്ങനെ വലിഞ്ഞ് തിരിഞ്ഞൊക്കെ ഇരിക്കും. അതൊക്കെ നേരെയാക്കുന്നത് നമ്മുടെ ഫോണിലുള്ള സോഫ്റ്റ്വെയർ ആണ്. വില കൂടിയ ഫോണാണെങ്കിൽ ഡിസ്റ്റോർഷനിൽ കുറവായിരിക്കും, വില കുറഞ്ഞ ഫോണുകളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ ഫോട്ടോയിലും കാണും. ഇനി മൂന്നാമത്തത് ടെലിഫോട്ടോ ലെൻസ്. ടെലിഫോട്ടോ ലെൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ലോങ്ങർ ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ആയിരിക്കും. അതായത് നിങ്ങൾ 2 ടൈംസ് ഒപ്റ്റിക്കൽ സൂം, 3 ടൈംസ് ഒപ്റ്റിക്കൽ സൂം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതൊക്കെ നടത്തുന്നത് ഈ ഒരു ടെലിഫോട്ടോ ആണ്. ടെലിഫോട്ടോ ലെൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 50 മില്ലിമീറ്റർ തൊട്ട് 85 മില്ലിമീറ്റർ വരെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനായിട്ട് ഏറ്റവും നല്ലതും ടെലിഫോട്ടോ ലെൻസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ പ്രൈമറി ക്യാമറ 26 മില്ലിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എങ്കിൽ, നിങ്ങളുടെ ടെലിഫോട്ടോ ലെൻസിൽ 52 മില്ലിമീറ്റർ ആണ് ഫോക്കൽ ലെങ്ത് എങ്കിൽ, അപ്പോഴാണ് അത് 2 ടൈംസ് ഒപ്റ്റിക്കൽ സൂം ആവുന്നത്. സോ നമ്മുടെ വൈഡ് ആംഗിൾ ക്യാമറയിൽ കണ്ട ഒരു മനുഷ്യനെ കംപ്രസ് ചെയ്യുന്ന പരിപാടി ടെലിഫോട്ടോ ലെൻസിൽ വരില്ല. അതുകൊണ്ട് കുറച്ചുകൂടെ റിയൽ ലൈക്ക് അല്ലെങ്കിൽ ലൈഫ് ലൈക്ക് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കാനായിട്ട് പറ്റും. ഇനി നാലാമത്തത് പെരിസ്കോപ്പ് ലെൻസ് ആണ്. പെരിസ്കോപ്പ് ലെൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടെലിഫോട്ടോ ലെൻസ് പോലെയൊക്കെ തന്നെയാണ്. പക്ഷേ ടെലിഫോട്ടോ ലെൻസിന് ഒരു പോരായ്മയുണ്ട്. അതായത് ടെലിഫോട്ടോ ലെൻസിൽ നമ്മൾ 2 ടൈംസ് 3 ടൈംസ് ഒക്കെ കൂട്ടുന്നു. പക്ഷെ അതിന് മുകളിൽ കൂട്ടുവാണെങ്കിൽ ക്യാമറ നമ്മുടെ ഫോണിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് പുറത്തേക്ക് വരേണ്ടി വരും. ക്യാമറ ഫോണിൽ നിന്ന് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ 2-3 ഫോണുകളൊക്കെ ഇറക്കി, പക്ഷെ അതൊക്കെ വൻ ഫ്ലോപ്പ് ആയി. സോ ഫ്ലോപ്പ് ആക്കാണ്ട് എന്നാൽ നമ്മൾക്ക് 3 ടൈംസിലും കൂടുതൽ ഒപ്റ്റിക്കൽ സൂം കിട്ടാൻ എന്താ വഴി എന്ന് നോക്കിയപ്പോഴാണ് ഈ ഡെവലപ്പേഴ്സ് ഒക്കെ സബ്മറൈൻ കണ്ടത്. സബ്മറൈൻ എന്ന് വെച്ചാൽ മുങ്ങിക്കപ്പൽ. അതായത് ഈ സബ്മറൈൻസിനുള്ളിലൊക്കെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് നിങ്ങൾക്ക് വെള്ളത്തിന്റെ പുറത്ത് കാണണമെങ്കിൽ ഇങ്ങനെ നമ്മൾക്കൊരു എസ് അല്ലെങ്കിൽ റിവേഴ്സ് എസ് ഷേപ്പിൽ ഒരു പാമ്പ് പോലെ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാവും. ഈ അറ്റത്തിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങേ അറ്റത്തുള്ള കാണാൻ പറ്റും റിഫ്ലക്ഷൻ വെച്ചിട്ട്. ഈ സെയിം പരിപാടി എടുത്തിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ ഉള്ളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ലെൻസുകൾ ഇടയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്യില്ല, മറിച്ച് നിങ്ങളുടെ ഫോണിൽ തന്നെ ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നിൽക്കും. സോ ഇതിനകത്ത് ഒരു പ്രിസവും ലെൻസും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ഇതുവഴി നമ്മുടെ ഫോണിൻ്റെ 2x 3x ഒക്കെ 10x വരെയായിട്ട് കൂട്ടാൻ പറ്റും. ആൻഡ് ഇതിന്റെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് 105 മില്ലിമീറ്റർ തൊട്ട് 130 മില്ലിമീറ്റർ വരെ ആയിരിക്കും.
അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഭയങ്കര ഒരു സൂം ലെൻസ് എഫക്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി കമ്മിങ് ടു ഇൻട്രസ്റ്റിംഗ് ലെൻസസ് അഥവാ ഇന്നത്തെ കാലത്ത് ആൾക്കാർ ഗിമിക്കാണ് എന്ന് പറയപ്പെടുന്ന കുറച്ച് ലെൻസുകൾ. അതിലൊന്നാമത്തേത് ഏറ്റവും കൂടുതൽ ചീത്തയേക്കുന്ന നമ്മുടെ മോണോക്രോം സെൻസർ അഥവാ ഡെപ്ത് സെൻസർ. പല ആൾക്കാരും നമ്മുടെ ഫോണിലെ മോണോക്രോം സെൻസർ വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ സാംസങ് ഫോണിലൊക്കെ ടെസ്റ്റ് മോഡിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് മോണോക്രോം സെൻസറിൽ നമുക്ക് ആ ഒരു വ്യൂ കാണാൻ പറ്റും. അതിന്ന് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ആണ്. നിങ്ങൾക്കറിയോ നോർമലി നിങ്ങളുടെ ഫോണിലെ ക്യാമറ സെൻസർ ക്യാപ്ചർ ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. പക്ഷേ ക്യാമറ സെൻസറിന് മുകളിൽ കളർ ഫിൽറ്റർ അറേ ഉണ്ട്. സോ ഈ കളർ ഫിൽറ്റർ അറേ ആണ് കളറുകൾ അബ്സോർബ് ചെയ്യുന്നത്. സോ ആ ഒരു അറേക്ക് എന്തോരം കളറുകൾ അബ്സോർബ് ചെയ്യാൻ പറ്റുമോ അത്രയും കളറുകളായിരിക്കും നമ്മുടെ ഫോട്ടോയിൽ വരുന്നത്. അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത കളറുകളൊക്കെ അത് റിഫ്ലക്ട് ചെയ്ത് കളയും. ഈ റിഫ്ലക്ട് ചെയ്ത കളറുകളുടെ കൂടെ ലൈറ്റും റിഫ്ലക്റ്റ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ലൈറ്റ് അങ്ങോട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഫോൺ കമ്പനികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു കളർ ഫിൽറ്റർ അറേ അഥവാ CFA ഈ സാധനം എടുത്ത് മാറ്റിയിട്ട് ഉള്ളൊരു ക്യാമറ വെച്ചു. ഈ ക്യാമറയിൽ എല്ലാ ലൈറ്റും ക്യാപ്ചർ ചെയ്യാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ക്യാപ്ചർ ചെയ്യുന്ന ഈ ബ്രൈറ്റ് ആയിട്ടുള്ള ഇമേജ് എടുത്തിട്ട് നിങ്ങളുടെ പ്രൈമറി ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഇമേജുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് എവിടേക്കാണ് ലൈറ്റ് കൂട്ടേണ്ടത്, എവിടേക്കാണ് ലൈറ്റ് കുറയ്ക്കേണ്ടത്, ഏതാണ് അടുത്തുള്ളത്, ഏതാണ് ദൂരെയുള്ളത് എന്നുള്ളതൊക്കെ Z ആക്സിസ് മെത്തേഡൊക്കെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ഫീൽഡ് ഓഫ് ഡെപ്ത് തരും. എന്നാലും ചില ആൾക്കാർ പറയും ചേട്ടാ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സെൻസർ പൊത്തി പിടിച്ചിട്ട് ഫോട്ടോ എടുത്താൽ എനിക്ക് പോർട്രേറ്റ് ഒക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്. സോ സോഫ്റ്റ്വെയർ ഫീച്ചറാണ്, എന്തിനാണ് ചുമ്മാ ഗിമിക്കായിട്ട് ഈ ഒരു ക്യാമറ ആണ്. അവിടെ ഈ മോണോക്രോം സെൻസറിൽ എടുക്കുന്ന ക്യാമറയുടെ ഫോട്ടോ ഒരിക്കലും നമ്മുടെ ഗാലറിയിലേക്കൊന്നും വരില്ല. അത് നമ്മുടെ ഇമേജ് സിഗ്നൽ പ്രോസറിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇമേജ് സിഗ്നൽ പ്രോസർ ഈ ഒരു ക്യാമറയിൽ നിന്ന് ഡേറ്റ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ട് എഡ്ജ് ഡിറ്റക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതില്ല എങ്കിൽ അതിൻ്റെ AI വെച്ച് ട്രെയിൻ ചെയ്തിരിക്കുന്ന അൽഗോരിതത്തിൽ എങ്ങനെയാണോ ഒരു മനുഷ്യനെ കട്ട് ചെയ്യേണ്ടത് ആ ഒരു രീതിക്ക് കട്ട് ചെയ്യുന്നു മാത്രം. അല്ലാണ്ട് വേറെ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും നിങ്ങൾ കാഴ്ചയിൽ കാണില്ല. ഇനി ആറാമത്തെ ക്യാമറയാണ് നമ്മുടെ മാക്രോ ക്യാമറ. 2 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറ, 5 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറ എന്നൊക്കെ പറഞ്ഞ് പുച്ഛം കേൾക്കുന്ന ഒരു മെയിൻ ക്യാമറയാണ് നമ്മുടെ മാക്രോ ക്യാമറ. മാക്രോ ക്യാമറയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് ക്ലോസപ്പ് ആയിട്ട്, അതായത് 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്ററിന്റെ ഗ്യാപ്പിൽ നമ്മളിങ്ങനെ അടുത്ത് വെച്ചിട്ട് സബ്ജക്റ്റുകൾ എടുക്കാൻ പറ്റുന്ന ഒരു ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ക്യാമറയാണ് മാക്രോ ക്യാമറ. മാക്രോ ക്യാമറയിൽ പ്രോപ്പറായിട്ട് ഫോട്ടോ എടുക്കണമെങ്കിൽ ആ ഒരു കറക്റ്റ് ഫോക്കൽ ലെങ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. കുറച്ച് മുന്നിലേക്കോ പുറകിലേക്കോ പോയി കഴിഞ്ഞാൽ ബ്ലർ ആയിട്ടുള്ള ഫോട്ടോസ് കിട്ടും. അത് ക്യാമറയുടെ കുഴപ്പമല്ല, നമ്മുടെ കുഴപ്പമാണ്. ഇനി പൊതുവേ മാക്രോ ക്യാമറകളിൽ 2 മെഗാപിക്സൽ 5 മെഗാപിക്സൽ കൊടുക്കുന്നത് നമ്മൾ അടുത്ത് നിന്നാണ് എടുക്കുന്നത് എന്നുള്ളതുകൊണ്ട് അത്ര വലിയ മെഗാപിക്സലിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളതുകൊണ്ട്. പക്ഷേ എനിക്ക് പ്രൈമറി ക്യാമറ വരുന്ന പോലെ തന്നെയുള്ള മെഗാപിക്സൽ മാക്രോ ക്യാമറയിലും വേണം എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതേപോലെയുള്ള ആഡ്കോമിന്റെ ട്രാവൽ ലെൻസ് മാക്രോ ലെൻസ് ആണ്. ഇങ്ങനത്തെ ലെൻസുകൾ വെച്ചിട്ട് നിങ്ങളുടെ ക്യാമറയിലേക്ക് ഇത് പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സെയിം മെഗാപിക്സൽ മാക്രോ ഫോട്ടോസ് എടുക്കാൻ പറ്റും. ബൈ ദ വേ ആഡ്കോമിന്റെ ഏത് പ്രോഡക്റ്റ് നിങ്ങൾ ആഡ്കോമിന്റെ സൈറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ Sarath 15 എന്ന് പറയുന്ന കൂപ്പൺ കോഡ് ഉപയോഗിച്ചാൽ 15% ഇൻസ്റ്റന്റ് ആയിട്ട് ഓഫറും കിട്ടും, മറക്കണ്ട. ഇനി ലാസ്റ്റ് സെൻസർ, ഇത് പൊതുവെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലായിരിക്കും നമ്മൾ കണ്ടുവരുന്നത് TOF അഥവാ ടൈം ഓഫ് ഫ്ലൈറ്റ് ഡെപ്ത് സെൻസർ. സോ ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് സെൻസറാണ്. അത് ആക്ച്വലി ഒരു ക്യാമറയല്ല. ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തുനിന്ന് ലേസർ വിടും. ഈ ലേസർ അവിടെ ചെന്ന് എത്തിയിട്ട് തിരിച്ചിങ്ങടേക്ക് വരുന്ന സമയം കാൽക്കുലേറ്റ് ചെയ്യും. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പഠിച്ചിട്ടില്ലേ? ഇവിടെ ലേസറിന്റെ സ്പീഡ് ലൈറ്റിന്റെ സ്പീഡാണെന്ന് അറിയാവുന്നതുകൊണ്ട് സ്പീഡ് നമുക്ക് കിട്ടി. ഇനി തിരിച്ചു വരുന്ന സമയം മാത്രം കണ്ടുപിടിച്ച് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഈ ഡിസ്റ്റൻസ് വഴി അവരൊരു 3D മാപ്പ് ഉണ്ടാക്കും. ഈ 3D മാപ്പ് എടുത്തിട്ട് നോർമലി എടുത്ത ഫോട്ടോയുടെ മുകളിലേക്ക് ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് എവിടെയൊക്കെ ബ്ലർ ആക്കണം എവിടെയൊക്കെ ബ്ലർ ആക്കണ്ട എന്ന് തീരുമാനിക്കും. പക്ഷേ ഭയങ്കര ആക്യുറേറ്റ് ആണ്. അതായത് മോണോക്രോം സെൻസർ വഴി Z ഡെപ്ത് മാപ്പിംഗ് ചെയ്യുന്നതിലും എത്രയോ മടങ്ങ് ബെറ്റർ ആണ്, ആക്യുറേറ്റ് ആണ് ഈ ഒരു ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസറിന്റെ ഡേറ്റ. ഇത്രത്തോളം ആക്യുറസി റിലയബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫീച്ചർ ആയിട്ടാണ് വരുന്നത്. സോ സാധാ ഫോണുകളിലൊന്നും ഈ സെൻസർ ഉണ്ടാവില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ സ്മാർട്ട് ഫോണിൽ വരുന്ന പലതരം ക്യാമറകളും അതിന്റെ ഉപയോഗങ്ങളും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും, പല വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാതെ പോകുന്നവരൊക്കെ വീഡിയോയ്ക്ക് ലൈക്കും കൊടുത്തേക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.